മുണ്ടക്കോട്ടുകുറിശി പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ 18ാമത് വാർഷികാഘോഷം വർണ്ണാഭമായി. ക്ലബ്ബ് ഏർപ്പെടുത്തിയ കലാഭവൻ മണി സ്മൃതി പുരസ്കാരങ്ങളും സമ്മാനിച്ചു. മന്ത്രി കെ രാധാകൃഷ്ണൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. പിന്നണി ഗായകൻ ജാസി ഗിഫ്റ്റ് നയിച്ച മെഗാ മ്യൂസിക് ഇവന്റും നടന്നു. മുണ്ടക്കോട്ടുകുറിശിയിൽ 18 വർഷമായി പ്രവർത്തിച്ചു വരുന്ന പ്രണവം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ വാർഷികാഘോഷവും കലാഭവൻ മണി സ്മൃതി പുരസ്കാര സന്ധ്യയുമാണ് 2 ദിവസങ്ങളിലായി മുണ്ടക്കോട്ടുകുറിശി സെന്ററിൽ വെച്ച് നടന്നത്. കലാസാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുത്ത കലാഭവൻ മണി സ്മൃതി പുരസ്കാര സന്ധ്യ പട്ടികജാതി ദേവസ്വം വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാം, ആത്യന്തികമായിട്ട് മനുഷ്യനെ നന്മയിലേക്ക് നയിക്കാൻ വേണ്ടിയായിരിക്കണം നമ്മുടെ സാമൂഹിക സാംസ്കാരിക പ്രവർത്തനങ്ങൾ. എല്ലാ മനുഷ്യരുടെയും നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാൻ വേണ്ടി നമുക്ക് കഴിയണം. അങ്ങനെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോഴാണ് നമ്മുടെ സമൂഹത്തിൽ നന്മയുണ്ടാകുക. നന്മയുണ്ടാക്കാൻ നമുക്ക് കഴിയും എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമുക്ക് പറയാൻ കഴിയും. നമ്മുടെ രാജ്യത്തു നിന്നും വ്യത്യസ്തമായിട്ട് നമ്മുടെ കേരളം അതുകൊണ്ട് തന്നെയാണ് മാറി നിൽക്കുന്നത്. രാജ്യത്തിൻ്റെ പൊതു അവസ്ഥയും നമ്മുടെ കേരളത്തിൻ്റെ അവസ്ഥയും എടുത്ത് പരിശോധിക്കുമ്പോൾ അത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ കഴിയും. എല്ലാ രംഗത്തും മനുഷ്യനെ മുന്നോട്ട് പോകാൻ കഴിയുന്ന രീതിയിലുള്ള ഇടപെടലാണ് നമ്മുടെ കേരളീയ സമൂഹം എക്കാലത്തും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ കേരളം ഇന്ത്യക്ക് അല്ലെങ്കിൽ ലോകത്തിന് മോഡലായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നേറുന്നത്. ഏത് മേഖല എടുത്ത് പരിശോധിച്ചാലും നമ്മുടെ കേരളം മാതൃകയാണ് എന്ന് വെറുതെ പറയുന്നതല്ല എന്നുള്ളത് നമുക്കെല്ലാം അനുഭവത്തിലൂടെ പറയാൻ വേണ്ടി കഴിയും. മനുഷ്യൻ തമ്മിലുള്ള ഐക്യത്തിൻ്റെ കാര്യത്തിൽ, ഒരുമയുടെ കാര്യത്തിൽ നമ്മുടെ കേരളം മോഡലാണ്. ഹിന്ദുവിനും മുസൽമാനും ക്രിസ്ത്യാനിക്കും ഒരേപോലെ ഒരേ സ്ഥലത്തിരുന്നു കൊണ്ട് അവർക്ക് ആശയവിനിമയം നടത്താൻ കഴിയുന്നൊരു കേന്ദ്രം നമ്മുടെ കേരളം തന്നെയാണ്. അതുപോലെ തന്നെയാണ് എല്ലാ കുട്ടികൾക്കും ഒരുമിച്ചിരുന്ന് പഠിക്കാനുള്ള അവസരം നമ്മുടെ കേരളത്തിലുണ്ട്. എല്ലാവരുടെ മക്കൾക്ക് നന്നായി പഠിച്ച് വളരാനുള്ള അവസരവും നമ്മുടെ കേരളത്തിലുണ്ട്. എല്ലാ മനുഷ്യൻ്റെയും ജീവിതത്തിൽ അടിസ്ഥാനപരമായിട്ട് മാറ്റമുണ്ടാക്കാനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ പരിഹരിച്ചു കൊണ്ടിരിക്കുകയാണ്, ഓരോ രംഗത്തെയും പ്രശ്നം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, മനുഷ്യനെ സംബന്ധിച്ചല്ല എല്ലാ ജീവജാലങ്ങളെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവർക്ക് ആവശ്യമായിട്ടുള്ള ഭക്ഷണം ലഭിക്കുകയാണ്. കലാഭവൻ മണി സ്മൃതി പുരസ്കാരത്തിനായി മികച്ച നടനായി തിരഞ്ഞെടുത്ത ജാഫർ ഇടുക്കി, പിന്നണി ഗായകനായ ജാസി ഗിഫ്റ്റ്, മിമിക്രി ആർട്ടിസ്റ്റ് മഹേഷ് കുഞ്ഞുമോൻ, നാടൻപാട്ട് കലാകാരി നഞ്ചിയമ്മ, ജീവകാരുണ്യ പ്രവർത്തകൻ അഷ്റഫ് ഹംസ എന്നിവരെയും പ്രമുഖ സിനിമാ എഡിറ്ററും മുണ്ടക്കോട്ടുകുറിശി സ്വദേശിയുമായ PC മോഹനെയും ചടങ്ങിൽ പുരസ്കാരം നൽകി ആദരിച്ചു. അനുകരിച്ചുകൊണ്ട് മലയാളി മനസ്സുകളിൽ ഇടം പിടിച്ചു. വിക്രം എന്ന മൂവിയുടെ മലയാള പതിപ്പിൽ നമ്മുടെ ഏവരുടെയും പ്രിയപ്പെട്ട മഹേഷ് കുഞ്ഞുമോൻ, ഒരുപാട് കുടുംബങ്ങളുടെ കണ്ണീരൊപ്പാൻ ശ്രീ കെ രാധാകൃഷ്ണൻ സാറിന് ആദ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ സൗണ്ട് ചെക്ക് ചെയ്യാൻ വരുന്നത് നമ്മുടെ മറ്റാരുമല്ല, ഇപ്പോൾ മൈക്ക് എന്ന ഏതൊരു പ്രസംഗ വേദികളിലും മൈക്ക് ഒരു വലിയൊരു തലവേദനയായി മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരനായ നമ്മുടെ ബഹുമാനപ്പെട്ട ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറിനെയാണ് ഞാൻ ഈ വേദിയിലേക്ക് സൗണ്ട് ചെക്കിന് വേണ്ടി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം സൗണ്ട് ചെക്ക് ആദ്യമായിട്ടായിരിക്കും ഒരു വേദിയിൽ ചെയ്യാൻ പോകുന്നത്. അദ്ദേഹത്തിന് വളരെ നല്ലൊരു കൈഡി കൊടുത്ത് നമുക്ക് ഈ വേദിയിലേക്ക് ക്ഷണിക്കാൻ ഞാൻ അദ്ദേഹമായി മാറുന്നതാണ്. ഹലോ ഹലോ മൈക്ക് ടെസ്റ്റ്. ഹലോ, കേൾക്കുന്നില്ലേ? ഇതെന്താണ് ഇങ്ങനെ ഇട്ട് നിൽക്കുന്നത്? അല്പം റിവർബ് ഇട്ടൂടെ? ഞാൻ വേദിയിൽ സംസാരിക്കുമ്പോൾ അകലെയുള്ള ആളുകൾക്ക് കേൾക്കണമെങ്കിൽ അല്പം ഡിലേ ഇട്ട് കൊടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ സൗകര്യത്തിലാണ് ഞാൻ സംസാരിക്കേണ്ടത്. നിങ്ങളുടെ ഓഡിയോ കുറച്ചാൽ ഞാൻ എൻ്റെ പിച്ച് താട്ടണം, ഞാൻ സൗണ്ട് കുറക്കണം. ഒന്നാമത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങൾക്ക് ഈ സൗണ്ട് താത്താന്ന് പറയുന്നത് ഭാവന രീതിയിൽ അവതരിപ്പിച്ചെന്ന് മാത്രം. ഈ സാധനം തന്നെ നമ്മുടെ ഷൈൻ ടോൺ ചാക്കോ നമുക്ക് എല്ലാവർക്കും അറിയാം, സോഷ്യൽ മീഡിയയിലെ ഇന്റർവ്യൂസിലൊക്കെ വൻ താരമാണ്.
അദ്ദേഹമാണ് ഇവിടെ സൗണ്ട് ചെക്കിന് വന്നെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ ആയിരിക്കും. എല്ലാവർക്കും നമസ്കാരം. പാലക്കാട് എല്ലാ ഷൊർണൂരിലും എല്ലാവർക്കും എൻ്റെ നമസ്കാരമുണ്ട്. ഭയങ്കര സന്തോഷമുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ എന്താണ് നമ്മൾ സൗണ്ട് ചെക്കിന് വന്നാൽ നമ്മൾ പല രീതിയിലുള്ള സംസാരങ്ങളൊക്കെ ഉണ്ടാവും. അല്ലേ നമ്മൾ വോളിയം രണ്ടൂറ് കാര്യം അറിയോ? ചേട്ടന് വോളിയം കൂട്ടാനും കുറയ്ക്കാൻ പറ്റുന്ന സാധനമല്ലേ? അങ്ങനത്തെ ഒരു യന്ത്രമല്ലേ? നമ്മുടെ മോദിജി ഈ വേദിയിൽ വരുവാണെങ്കിൽ ഈ അടുത്ത നമ്മുടെ ഇലക്ഷൻ സമയത്ത് അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനിടയിൽ ഇത്തവണ എന്ന വാക്ക് കൂടുതലായിട്ട് അദ്ദേഹം പറയുന്ന സാധിക്കുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ പ്രസംഗം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്: ഇത്തവണ നമ്മുടെ ഈ പരിപാടിയിൽ ആർക്കൊക്കെയാണ് അവാർഡ് എന്ന് അറിയാമോ? ജാസി ഗിഫ്റ്റ്, നഞ്ചമ്മ, മഹേഷ് കുമാർ, എല്ലാവർക്കും വേണ്ടി നന്ദി, നമസ്കാരം. താങ്ക് പി മമ്മിക്കുട്ടി MLA ചടങ്ങിൽ മുഖ്യാതിഥിയായി. ചളവറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു. ക്ലബ്ബ് പ്രസിഡന്റ് പി സതീഷ്, സെക്രട്ടറി സി അജേഷ്, പി സുനന്ദ, കെ രാജനാരായണൻ, വി പ്രമീള, VT സുകുമാരൻ, പി വിശ്വനാഥൻ, M സതീഷ് കുമാർ, സുഭാഷ് തോടയൻ തുടങ്ങിയവരും മറ്റ് സാമൂഹിക, രാഷ്ട്രീയ, കലാ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ പങ്കെടുത്തു. തുടർന്ന് വിവിധ കലാപ്രകടനങ്ങളും ജാസി ഗിഫ്റ്റ് നയിച്ച മെഗാ മ്യൂസിക്കൽ ഇവന്റും അരങ്ങേറി. ആരും കണ്ടാലറിയാതെ നോക്കുന്നതോരകനേ ചുറ്റോട്ട് ചുറ്റിലും ചുരത്തുന്ന വെണ്ണൻ ചിത്രാങ്കണത്തിലെ കതിർക്കണി നീ അലിയാ നിന്നോടലിയാ ഇനിയൊരു നിമിഷം அடி என்னை கிடுமி வாடிய காதல் சீட்டெடுக்க நெல்லுக்கு பதிலாக முத்தங்கள் நான் கொடுக்க மஞ்சள் மேல உன் தோகையில் ஒளிஞ்ச கும்பலோல பட்டி காட்ட கூத்த காட்டு போடு நம்ம தாளம் ஒண்ணு போட்டு நாட்டு கூத்த காட்டு சீலம் பட்ட சுத்தி காட்டி காட்டு ரத்தம் வெட்டி காட்டு ஜல்லி கட்டி காளையாட்டம் கூறு கொம்பு குத்து காட்டு நாலு கால நானும் தோளு மிரட்டி தூளு கிளப்பி காட்டு என் பாட்ட கூத்து என் பாட்ட கூத்து என் பாட்ட கூத்து நாட்டு 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 கூத்த காட்டு நாட்டு 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 வீட்டு नहीं जो मजा है कुछ नया नया है ये दिल को आज क्या हुआ
കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ.